കേരള രാഷ്ട്രീയത്തിൽ വി ഡി പക്ഷം കെ സി പക്ഷം ഈ രണ്ട് പക്ഷങ്ങളുണ്ടോ സജീവമായിട്ട്? ഓരോ മനുഷ്യരുടെ കൂടെയും മറ്റാളുകൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. വിജയവും പരാജയവും ഒരാളുടെ ആത്മസംതൃപ്തിയും സന്തോഷമാണ്. അതിന് വിലയിടാനായിട്ട് ആരും വന്നിട്ടില്ല. ഒരാളുടെ മിസ്റ്റേക്കാണെന്ന് ചൂണ്ടിക്കാണിയാം, അതിന് പകരം ആക്ഷേപിക്കുക, ഇല്ലാതാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ, വിമർശനം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളുമാണ് 2011 മുതൽ. മുഹമ്മദ് ഷിയാസ് ഒരു മുസ്ലിം ആണ്, അതുകൊണ്ട് അദ്ദേഹം വരുന്നത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നുള്ളൊരു വർഗീയവാദ പ്രചരണം തുടങ്ങി. അവിടെ ജിൻഡോ ജോൺ ചെല്ലണമെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായും ജാതിയും മതവും നോക്കി തന്നെയാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അവിടെ വടശ്ശേരി ദാമോദര മേനോൻ വന്നാൽ എന്താണ് പ്രശ്നം? ആളുകൾ മതമൊക്കെ ചകയുന്നു എന്ന് പറയുന്നത് CPM സൃഷ്ടിക്കുന്ന വ്യാജ നരേറ്റീവാ. അതിൽ നമ്മൾ വീണുപോയിക്കൂടാ. CPM-ന്റെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ വരുന്ന വിമർശനങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇതേ വിമർശനങ്ങളല്ലേ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്? താങ്കളെ പോലെയുള്ളവർ, കോൺഗ്രസ് സഹയാത്രികർ, കോൺഗ്രസ്സുകാർ, BJP-ക്കാർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയം, ഇതെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ഗോവിന്ദൻ മാഷിന്റെ ശരീരഭാഷ ശരിയല്ല, അദ്ദേഹത്തിന്റെ സംസാരം ശരിയല്ല, പിണറായി വിജയന്റെ സംസാരം ശരിയല്ല, ഇങ്ങനെ എല്ലാവരും മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ നമ്മളെ തെറിവിളിച്ച സഖാക്കന്മാർ ഇന്ന് പാർട്ടി കമ്മിറ്റികളിൽ അതേ അഭിപ്രായം പറയുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിലൊരു ഒറ്റപ്പെട്ട പ്രതിയെ കണ്ടെത്തി ആഞ്ഞടിക്കാൻ കാണിക്കുന്ന ആവേശം 10 വർഷക്കാലം ഇവർക്ക് എവിടെയായിരുന്നു? ഒന്നുകിൽ ഇവർക്ക് യാതൊരു വിധ ജനകീയ ബന്ധവും ഇല്ലാത്ത, സാമാന്യ ബോധമില്ലാത്ത മനുഷ്യരായിരിക്കണം, അല്ലെങ്കിൽ ഇവർ പിണറായി വിജയനെ പിന്തുണച്ച് വഷളാക്കിയതാണ്. അപ്പോൾ എല്ലാ തോന്നിവാസവും തെമ്മാടിത്തരം ചെയ്യാനായിട്ട് സമരം ചെയ്യുന്ന കുട്ടികളുടെ തലയടിച്ച് പൊട്ടിച്ച DYFI-ക്കാരടക്കം ഇന്ന് പിണറായി വിജയനാണ് ഒറ്റപ്രതി എന്ന് ചിത്രീകരിക്കുകയാണ്. അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. ആ സാഹചര്യം നമുക്കുണ്ടായിക്കൂടാ. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ശരിയും തെറ്റൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ശരിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ തെറ്റുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലത് പറയേണ്ടതാണ്, വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത്തരം പദപ്രയോഗങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഇനിയും അഭിപ്രായം പറയും. നമ്മൾ ശമ്പളം പറ്റി ജോലി ചെയ്യുന്നവരെയാണ് മുതലാളിക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റെന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവരെയാണ് ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ നിന്ന് ശീലിച്ച ആളുകളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. ഭീഷണിപ്പെടുത്തിയുള്ള കുഴപ്പം, നമ്മളെ എല്ലാ രീതിയിലും ശത്രുവായി കണ്ട സർവ്വ പ്രതാപങ്ങളോടെ ആക്രമിച്ചപ്പോൾ, ഭീഷണിപ്പെടുത്തിയപ്പോൾ നമ്മൾ പേടിച്ചില്ല. ഇനി അതുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആക്ഷേപിക്കാനാണ് നോക്കുന്നെങ്കിൽ കാര്യകാരണ സഹിതം പറയുന്ന നല്ല ഭാഷകൾ ഉപയോഗിച്ച് പറയാൻ ഞാൻ ഏതാളോടും പറയാൻ തയ്യാറാണ്. എനിക്കതിന് നല്ല ഇഷ്ടമാണ്. അപ്പൊ തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ തിരുത്താൻ എനിക്ക് ഒരു മടിയില്ല. എനിക്ക് പറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയാൻ ഒരു മടിയുമില്ല. അതും നമ്മൾ ഈ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റണം, അല്ലാതെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അഭിപ്രായം പറയാനല്ലായിരുന്നെങ്കിൽ പിന്നെ കോൺഗ്രസ് തെരഞ്ഞെടുക്കണ്ടല്ലോ, CPM-ലോ BJP-ലോ ഒക്കെ പോയി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ SFI-ക്കാരനായാൽ പോരെ, ഞാൻ DYFI-ക്കാരനായി പോരെ. ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി മുള്ളി, ഇപ്പോ ആ വസ്ത്രത്തിൽ മുള്ളി എന്ന് പറഞ്ഞ പിണറായി വിജയൻ, ആ മരപ്പട്ടിയും ഹൗളിംഗ് ഇട്ട മൈക്കിന്റെയും ജനാധിപത്യ ബോധം പോലും ഇല്ലാത്ത SFI-ക്കാരെ പോലെ ആവും ഞാൻ. എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ അഭിപ്രായത്തോടു കൂടി തന്നെ നിൽക്കുക. അത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നല്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും എൻ്റെ ജൂനിയറായിട്ട് വന്നവര്, എൻ്റെ സമകാലികര്, തൊട്ട് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ MLA-യും മന്ത്രിയും MP ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് അസൂയല്ല, എനിക്ക് അഭിമാനമാണ്. അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റുമൊന്നുമില്ല. ഇതിലൊരു റിയാലിറ്റി മനസ്സിലാകുമ്പോഴാണ് കുറെ കൂടി മെച്ചപ്പെട്ട കോൺഗ്രസ്സുകാരനാകാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അസൂയ വരും. അസൂയയുടെ ഒരു പ്രശ്നമില്ല. കാരണം ഒരാളുടെ ലൈഫിൽ മാക്സിമം പോയി ഒരു 70-75 വർഷം ജീവിക്കും. അപ്പൊ ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ എത്താൻ പറ്റും, ചിലർക്ക് എത്താൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് ഒരാൾ പരാജയപ്പെട്ടതും മറ്റാൾ വിജയിച്ചൊന്നുമല്ല. വിജയവും പരാജയവും ഒരാളുടെ ആത്മസംതൃപ്തിയും സന്തോഷമാണ്. അതിന് വിലയിടാനായിട്ട് ആരും വന്നിട്ടില്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ വി ഡി പക്ഷം കെ സി പക്ഷം ഈ രണ്ട് പക്ഷങ്ങളുണ്ടോ സജീവമായിട്ട്? ഞാൻ അതിൽ സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ KC പക്ഷം എന്നുള്ളൊരു പക്ഷമോ VD പക്ഷം എന്നൊരു പക്ഷമോ അവർ നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ നേതൃത്വം കൊടുത്ത് എന്ന് കാരണം കഴിഞ്ഞ കുറെ കാലം നേരത്തെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ഇല്ല എന്നൊക്കെ പറയുന്നത് നാട്ടുകാരോട് പറയുന്ന കള്ളമാണ്. നാട്ടുകാർക്ക് സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കള്ളം പറഞ്ഞൊന്നും ഒരു കാലത്തെ അതിജീവിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് പ്രവർത്തനം പരസ്യമായോ രഹസ്യമായോ നടന്നായിട്ട് എനിക്ക് അറിയില്ല. പലരും പലരുടെയും കൂടെയൊക്കെയാണെന്നുള്ളത്. ഇനി അത്തരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യർ ഒരാളെ സഹായിക്കുന്നതിന്റെ പേരിൽ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല.
ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. വേവ് ലെങ്ത് ഉണ്ടാവും, കണക്ടിവിറ്റി ഉണ്ടാവും, കാര്യങ്ങൾ പറയുമ്പോൾ എളുപ്പത്തിൽ സാധിക്കാനായിട്ട് ഒരു ഹെൽപ്പ് ആയിരിക്കും. പല രീതിയിൽ വിളിച്ചാൽ ഫോൺ എടുക്കുക, തിരിച്ചു വിളിക്കുക, ഇതൊക്കെ ബന്ധങ്ങളുടെയാണ്. പലർക്കും പല രീതിയിലായിരിക്കും. ഓരോ മനുഷ്യരുടെ കൂടെയും മറ്റാളുകൾ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അതെല്ലാം അധികാരമോഹം എന്നൊക്കെ ചിത്രീകരിക്കുന്നത് തെറ്റാണ്. പക്ഷെ ഒരു വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തനം നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇപ്പോഴും അങ്ങനെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ കാര്യങ്ങൾ. പക്ഷേ ആരാധകരായിട്ട് അടുത്തു കൂടിയിട്ടുള്ള കുറച്ച് ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് ആരാധകരായിട്ട് അടുത്തു കൂടിയിട്ടുള്ള കുറെ ആളുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ആ പക്ഷം, ഈ പക്ഷം, ഇവരാരാണ് ഇതൊക്കെ പറയാനായിട്ട്? ഇവരാരാണ് ഇതിൽ? എല്ലായിടത്തും ഞാൻ പറഞ്ഞു, എല്ലായിടത്തും അങ്ങനെ മൂന്നെന്നല്ലെന്ന്, അതിൽ കൂടുതലുണ്ടെന്ന്. ഇത് പരസ്യമാക്കപ്പെടാതെ അതിൽ കൂടുതൽ ആളുകളെയും പിന്തുണയ്ക്കുക, ആരാധനയോടുകൂടി മറ്റൊരാളെ അറ്റാക്ക് ചെയ്യുക ചെയ്തു. എനിക്ക് ആരാധനയുള്ള മനുഷ്യനെ കുറിച്ച് നല്ലത് പറയാം, എനിക്ക് ആരാധനയുള്ള ആളെ പുകഴ്ത്താം, PR നടത്തുകയൊക്കെ ചെയ്യാം. എനിക്ക് ആരാധന ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരാൾ മോശക്കാരനെന്ന് മനഃപൂർവ്വം ചിത്രീകരിക്കാൻ പാടില്ല. ഇല്ലാ കഥയും കള്ളക്കഥയും പറയാൻ പാടില്ല. ഒരാളുടെ മിസ്റ്റേക്കാണെന്ന് ചൂണ്ടിക്കാണിയാം. അതിന് പകരം ആക്ഷേപിക്കുക, ഇല്ലാതാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഈ പണി അറിയാവുന്നവരും എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയാവുന്നവരാണ്. എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന പബ്ലിക്കുമാണ്. എല്ലാം മനസ്സിലാവും. നമ്മളിത് പറയുന്നതിൽ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ നമ്മൾ പല രീതിയിൽ ചിത്രീകരിച്ചാലും സാധാരണ മനുഷ്യന് ഇതൊക്കെ മനസ്സിലാവും. സാധാരണ മനുഷ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ തോറ്റത്. നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിനൊപ്പം തന്നെ കോൺഗ്രസ് വക്താവായി തന്നെ, എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇതുപോലെ വിമർശിക്കപ്പെടേണ്ടവ കണ്ട താങ്കളുടെ രീതിക്കനുസരിച്ചുള്ള വിമർശനങ്ങളുമായി തുടരാൻ തന്നെയാണ് തീരുമാനം. ഞാൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് കുറേ വർഷങ്ങളായി. അതിൽ ഞാൻ പറഞ്ഞില്ലേ, അതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എന്ന് വെച്ചിട്ട് എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ ഒരു മടിയുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളുമാണ് 2011 മുതൽ. അപ്പോൾ അത് പറയാൻ മടിയില്ല, ഇനിയും തുടരും. പിന്നെ കോൺഗ്രസ് വക്താവായിട്ട് പാർട്ടി പറയുമ്പോൾ അത്രയും കാലം ഞാൻ ഒഫീഷ്യലി വക്താവായിട്ട് പോകും. പിന്നെ വക്താവ് എന്നുള്ള പോസ്റ്റ് ചാനലിൽ പറയുന്നത് മാത്രമല്ല, ഞാൻ എൻ്റെ കവലയിലെ ചായക്കടയിൽ പറയുമ്പോഴും, ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിൽ പറയുമ്പോഴും, ഞാൻ പള്ളിമുറ്റത്ത് കുർബാന കഴിഞ്ഞിറങ്ങി പറയുമ്പോഴും, ഞാനൊരു അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് പോകുമ്പോൾ പറയുമ്പോഴൊക്കെ ഞാൻ കോൺഗ്രസിൻ്റെ വക്താവ് തന്നെയാണ്. എൻ്റെ ഭാഷയിലും എൻ്റെ ശരീരഭാഷയിലും പെരുമാറ്റത്തിലൊക്കെ കോൺഗ്രസിൻ്റെ വക്താവാണ്. അതുകൊണ്ട് വക്താവ് എന്നുള്ള ഒഫീഷ്യൽ പോസ്റ്റേ ആർക്കെങ്കിലൊക്കെ ഭീഷണിപ്പെടുത്താൻ പറ്റുള്ളൂ. കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ആർക്കും തടയാൻ പറ്റില്ല. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ പുറത്തുള്ള പിണറായി വിജയനെ മാത്രമല്ല, അകത്ത് പിണറായി വിജയന്മാർ ഉണ്ടാകാതിരിക്കാനും ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അല്ലെങ്കിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ, വിമർശനം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ എന്തെങ്കിലും നടപടിയിലേക്ക് കൊണ്ടുപോകും? ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും പറഞ്ഞില്ലല്ലോ. ഞാനൊരു അതിന്റെ പേരിൽ ഒരു ദേഷ്യം സൂക്ഷിക്കുന്ന ആളാണ് VD സതീശൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയില്ലേ, ഈ ആരാധകർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹം അങ്ങനെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ സമയം വരെ ഈ പറഞ്ഞ ഒരു നേതാവിനും പേഴ്സണലായിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മുഖ്യമന്ത്രി ചർച്ചത്തോടെ ഇലക്ഷന് ശേഷം ഒരു നേതാവിന്റെയും പക്ഷം പിടിച്ചില്ല, ഒരു നേതാവിനും പേഴ്സണലായിട്ട് കണ്ടില്ല, ഒരു നേതാവിന്റെയും വീട്ടിലും പോയില്ല. പാർട്ടിയിൽ വരുന്ന ചർച്ചകൾ, തീരുമാനങ്ങൾക്കൊക്കെ ശേഷം ആര് വരുന്നോ അത് നമ്മുടെ തീരുമാനം. ഇതാണ് ഒരു ഒഫീഷ്യൽ വക്താവിന് എടുക്കാവുന്ന പൊസിഷൻ. അതിൽ ഒരു തരത്തിലും ഒരു ഇഞ്ച് പോലും ഞാൻ മാറിയിട്ടില്ല. എനിക്ക് പേഴ്സണൽ ബന്ധമുള്ളവരുണ്ട്, എനിക്ക് ഇഷ്ടം കൂടുതലുള്ള ആളുകളുണ്ട്, പലരും ഉണ്ട്. ഒരു നേതാവിൻ്റെ വീട്ടിൽ ഇതുവരെ പോയില്ല. തിരക്കൊക്കെ കഴിഞ്ഞ് ആൾക്കൂട്ടവും ബഹളമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പോയി സംസാരിക്കാമല്ലോ. എൻ്റെ പോയിന്റ് അതാണ്. പ്രിയപ്പെട്ട DCC അധ്യക്ഷനെ കണ്ടില്ലേ വിജയത്തിന് ശേഷം? ഞാൻ ഇലക്ഷന്റെ റിസൾട്ട് വന്ന് അന്ന് കണ്ടു, അതിനുശേഷം കാണാൻ സമയം കിട്ടിയില്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ്. ഒരുപാട് കാലം പ്രയാസങ്ങൾ കാലത്ത് ഒന്നിച്ചെന്ന് പ്രവർത്തിച്ച മുഹമ്മദ് ഷിയാസും ഞാനും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വിജയവും എനിക്ക് അത്രയും ഇൻസ്പിറേഷനിലാണ്, അത്രയും സന്തോഷമാണ്. ഇപ്പൊ കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി. അധികം ദിവസം നിൽക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് ദിവസമൊക്കെ പോയി. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അവിടെ പോകുന്നത്, നിനക്ക് വേറെ അവിടെ ഇവിടെ വരാൻ? ഞാനപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഞാൻ പല സ്ഥലത്തും പോകാൻ ഏറ്റ പരിപാടിയിൽ ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നു. അതിന്റെ കാരണം ഒറ്റ പോയിന്റ് ഉള്ളൂ. മുഹമ്മദ് ഷിയാസ് ഒരു മുസ്ലിം ആണ്, അതുകൊണ്ട് അദ്ദേഹം വരുന്നത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നുള്ളൊരു വർഗീയവാദ പ്രചരണം തുടങ്ങി. അവിടെ ജിൻഡോ ജോൺ ചെല്ലണമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയ മുഹമ്മദ് ഷിയാസ് ഒരു വർഗീയവാദിയല്ല. അയാൾക്ക് വ്യക്തിപരമായി പല കുറവുകളുണ്ടെന്ന് ഇവർ പറയാം, സംഘടനാപരമായിട്ട് ആക്ഷേപിക്കാം,
ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. പക്ഷെ അയാളെ ഒരു പേരിന്റെ പേരിൽ വർഗീയവാദി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചാൽ അത് എനിക്ക് സഹിക്കൂല. കാരണം എനിക്ക് പരിചയമുള്ള മുഹമ്മദ് ഷിയാസ് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ തന്നെ അവസരം കിട്ടാതെ തഴയപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കഠിനാധ്വാനം, ഹാർഡ് വർക്കിന്റെ അങ്ങേയറ്റം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പരിഗണിക്കപ്പെടേണ്ട സമയം ഒരുപാട് അതിക്രമിച്ച് കടന്നുപോയി അവസാനം കിട്ടിയൊരു അവസരമാണ്. ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി. ജയത്തിന് ശേഷം റിസൾട്ട് വോട്ടെണ്ണി കഴിഞ്ഞ് അന്ന് കണ്ടു, അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, തിരക്കുണ്ടെന്നറിയാം. ജാതി സമവാക്യങ്ങളുടെ പേര് പറഞ്ഞ് സീറ്റ് നിർണ്ണയം നടത്തുന്ന സംവിധാനമുള്ള UDF സംവിധാനം മന്ത്രിസഭയിൽ പോലും ജാതീയ സമവാക്യങ്ങൾ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും പലരുടെയും പേരുകൾ പരിഗണിക്കുമ്പോൾ നായരായതുകൊണ്ട് ഇനി പറ്റില്ലടേ, ഈഴവ ആയതുകൊണ്ട് ഇനി പറ്റില്ലടേ, മുസ്ലിം ആയതുകൊണ്ട് ഇനി പറ്റില്ലടേ. ഷാനിമോൾ ഉസ്മാൻ ഒരു ഉദാഹരണം ആണ്. ബിന്ദുകൃഷ്ണയേക്കാൾ സീനിയറായ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നില്ല, ബിന്ദു ചേച്ചി എത്തുന്നു. ഈ ബിന്ദു ചേച്ചിയുമായിട്ടാണ് എനിക്ക് കൂടുതൽ ആത്മബന്ധം എങ്കിൽ പോലും ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജാതിയും മതവും നോക്കി തന്നെയാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അവിടെ മുടശ്ശേരി ദാമോദര മേനോൻ വന്നാൽ എന്താണ് പ്രശ്നം? നമ്മൾ ഒരു കാര്യം അത് വീണ്ടും അത് തന്നെ പറയേണ്ടത് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഇത് പൊതുസമൂഹത്തിന്റെ സംശയമാണ്. അല്ല, അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ, ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞു അച്ഛനെ ഓർക്കണമായി, അമ്മയുടെ പേര് പറയാത്തതിൽ എനിക്ക് അതിൽ 100% യോജിപ്പാണ്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി നടന്ന ക്യാമ്പയിനാണ് എന്നെ കണക്ട് ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ അതല്ല എന്റെ പ്രശ്നം. അത് ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. അല്ല, എനിക്കും ഡോക്ടർ ജിൻഡോ ജോണിനോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇതിനു മുമ്പ് സംസാരിക്കുന്നത് വരെയും താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത്? ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ടിലുള്ള പേര് രാഘവൻ നായർ ശശിധരൻ നായർ രോഹിത് എന്നാണ് എന്റെ പേര്. സോയുടെ എന്റെ അച്ഛൻ എനിക്ക് ഇട്ടപ്പോൾ ജാതി മാല ഇട്ടില്ല, രോഹിത് എസ് എന്ന് മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പാസ്പോർട്ടിലുള്ളതുപോലെ ഇപ്പൊ ഞാൻ നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ അച്ഛന്റെ പേര് വയ്ക്കുമ്പോൾ ശശിധരൻ എന്ന് പറയാൻ ആഗ്രഹിക്കത്തില്ല, ശശിധരൻ നായർ, കാരണം അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ പറയണമെന്ന്. നിങ്ങളുടെ അച്ഛന്റെ പേര് എങ്ങനെയാണോ അങ്ങനെ തന്നെ പറയണം. നമുക്ക് നമ്മുടെ അച്ഛന്റെ പേര് ഗസറ്റിൽ പരസ്യം എടുത്ത് തിരുത്താൻ നമുക്കേ തിരുത്താൻ പറ്റുള്ളൂ. ഇന്നിപ്പോ എന്നോട് ഒരാള് ഫോൺ ചെയ്തു, ഞാൻ ഗോപകുമാർ നായർ എന്നായിരുന്നു എന്റെ പേര്. 21ാം വയസ്സിൽ എനിക്ക് തോന്നി ഇതിലൊരു കുഴപ്പമുണ്ടെന്ന്. അപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയമാണ് ഗസറ്റിൽ പരസ്യം കൊടുത്ത് ഞാൻ അത് മാറ്റി. ഞാൻ പറഞ്ഞു നല്ല കാര്യം, പക്ഷെ എൻ്റെ അച്ഛന്റെ പേര് എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ പറയണം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ അതിനെ ചുറ്റി പറ്റിയിട്ട് സംഘപരിവാറിന്റെയും സൈബർ സഖാക്കന്മാരുടെയും ഫൈറ്റ് 2 അക്ഷത്തായിട്ട് നടക്കുമ്പോൾ അതിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മറന്നുപോയിക്കൂടാ. അതിന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് വൈകിക്കൂടാ. അത്രേ എന്റെ അഭിപ്രായം. എന്തായാലും അത് പ്രയോജനം കണ്ടു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. 100% ഞാൻ യോജിക്കുന്നു. 100% യോജിക്കുന്നു. യജ്ഞം വിജയിച്ചു. അതെന്റെ ഒരു യജ്ഞം എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നല്ല, ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞു. കുറെ ആളുകൾ എന്നെ തെറി പറഞ്ഞു, കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്തു. ഒരു പോസ്റ്റ് കൊണ്ട് ഒരു വലിയ ആരാധക വൃന്ദം ഉണ്ടായത് ഡോക്ടർ ജിൻഡോ ജോണിന്റെ ആരാധകരുടെയൊക്കെ ആരാധന മാറി വിയോജിപ്പായി എന്നുള്ളതാണ്. ഈ ആരാധകരെയും ആൾക്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ ലൈക്ക് എണ്ണാറില്ല, ഒരിക്കലും എണ്ണാറില്ല. എന്താ അറിയോ, ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ലൈക്ക് ഒരു വലിയ സംഭവമാണ്, ഞാൻ എണ്ണാറില്ല. ഞാൻ എന്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പോസ്റ്റിന് കുറേ ലൈക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഒരു പോസ്റ്റിന് ലൈക്കേ ഉണ്ടാവില്ല. നമ്മൾ കുറേ റിസർച്ച് ചെയ്തൊരു കണ്ടന്റ് എഴുതിയിട്ടാൽ ചിലപ്പോൾ ആരും വായിക്കില്ല, ചുമ്മാ അറിഞ്ഞോട്ടാ വലിയ വൈറലാവും. അപ്പൊ ഇതന്നെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിൽ സീറ്റ് നിർണ്ണയിച്ചപ്പോൾ ഇപ്പൊ വലിയ ആക്ഷേപമാണ്. കോൺഗ്രസിൽ സീറ്റ് നിർണ്ണയിച്ചപ്പോൾ ജാതി പരിഗണിച്ചു, മതം പരിഗണിച്ചു, മന്ത്രിമാരെ എടുത്തു. പക്ഷെ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ അത് പരിഗണിച്ചില്ല കേട്ടോ. ആളുകൾക്ക് ഇതൊന്നും ഒരു പരിഗണനയല്ലെന്ന് ഞാൻ പറയുന്നത്. തവനൂര് VS ജോയി ജയിച്ചപ്പോ ആളുകൾ മതം തിരഞ്ഞോ? ഇല്ല. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ജയിച്ചപ്പോ മതം തെരഞ്ഞോ? പൊന്നാനിയിൽ നൌഷാദിൽ ജയിച്ചപ്പോ മതം തെരഞ്ഞോ? ഈ വാമനപുരത്ത് സുധീർ ഷാ പാലോട് ജയിച്ചപ്പോ മതം തെരഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ആളുകൾ മതമൊക്കെ ചകയുന്നു എന്ന് പറയുന്നത് CPM സൃഷ്ടിക്കുന്ന വ്യാജ നരേറ്റീവാ. അതിൽ നമ്മൾ വീണുപോയിക്കൂടാ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എത്ര മന്ത്രിമാർ ഏതൊക്കെ ജാതി വിഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്ന് ആരും പരിശോധിക്കപ്പെട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുക, ആ ജാതി ഈ ജാതി അത് വേണം വേണ്ട എന്നൊക്കെ പറയും. സമാധാനമായിട്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം തരില്ല. ഇനി MLA-മാർ നിയമസഭയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ഞാൻ പറയുന്നത് ജാതി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ജാതി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. റിസർവേഷൻ ഇല്ലെങ്കിൽ എത്ര SC ST വിഭാഗങ്ങൾക്ക് ഇവിടെ മത്സരിക്കാൻ അവസരം കിട്ടും? മനസ്സിലായോ? പഞ്ചായത്ത് ഇലക്ഷനിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ റിസർവേഷൻ ഇല്ലെങ്കിൽ എത്ര വനിതകൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടും?
അപ്പോൾ ഒരു ജനറൽ പൊതു കാഴ്ചപ്പാട് മാറാത്തിടത്തോളം കാലം കൃത്യമായ റിസർവേഷൻസ് ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തെയും പരിഗണിക്കപ്പെടണം, ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂസീവ്നെസ് ആണ് നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി. അത് നഷ്ടപ്പെട്ടുകൂടാ. അവിടെ അങ്ങനെ പരിഗണനകൾ വരുമ്പോൾ അത് ഒരു വലിയ മഹത്തായ പാപമാണ്, മഹാപാപമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. എല്ലാ വിഭാഗം മനുഷ്യർക്കും ആക്സസ് ഉണ്ടാകണം, അവർക്കെല്ലാം പങ്കാളിത്തം ഉണ്ടാകണം, അവരെ പരിഗണിക്കുകയും ചെയ്യണം. അതിനെ ജാതി പറയുന്നു എന്നല്ല പറയണ്ടേ, അത് പരിഗണനയാണ്. അതിന് പകരം ഓരോരുത്തർ ഞാൻ പറയുന്നത് എനിക്ക് ജാതിയില്ല, മതമില്ല, ഞാൻ അങ്ങനെ ഒന്നും ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വേറെ രീതിയിലാണ് നടക്കുന്നെങ്കിലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും സംഘപരിവാർ അനുകൂല നയപരിപാടി നടപ്പാക്കിയ സർക്കാർ പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാരാണ് അല്ലേ. പറയുമ്പോൾ മാർക്സിസം കമ്മ്യൂണിസം എന്നാണ്, സംഘപരിവാർ നയങ്ങളാണ് കൂടുതലും നടപ്പാക്കപ്പെട്ടത്. അപ്പോ എത്ര മന്ത്രിമാർ നായരുണ്ടായിരുന്നു? 9. ഇതാരും അന്വേഷിച്ചില്ലല്ലോ. പോളിറ്റ് ബ്യൂറോയില് എത്ര പേരുണ്ട്? ഏതൊക്കെ ജാതി വിഭാഗങ്ങളാണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റില് CPM-ന്റെ ഇതാരും ചകയുന്നില്ല. കോൺഗ്രസിലാണ് ഇത് ചകയാൻ വരുന്നത്. എന്നിട്ട് പറയാം, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അമ്പലത്തിൽ പോയാൽ പറയും ദേ മൃദു ഹിന്ദു, പള്ളിയിൽ പോയാൽ പറയും ദേ ക്രിസംഗി. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോയാൽ പറയും സുഡാപ്പി. ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെയും മതപരമായ സ്വത്വബോധത്തിൽ നിൽക്കാനായിട്ടുള്ള അവകാശം കൂടി കിട്ടണം. ഈ വ്യാജ നരേറ്റീവ് ഉണ്ടാക്കുന്ന CPM ആണ്. എന്നാൽ ഇവർ ഇതൊന്നും ഇല്ലാന്ന് പറയുകയും ചെയ്യും. അവർ രാമേശ്വരത്ത് പോവും, പൂമൂടൽ നടത്തും, അവർ ഗുരുവായൂർ തൊഴും, അവർ കൊടുങ്ങല്ലൂർ പോവും, അവർ ചെയ്യാവുന്നൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് ഇലക്ഷൻ തോറ്റു കഴിയുമ്പോൾ പറയും കോൺഗ്രസ് എങ്ങനെയാട്ടോ എന്ന്. അപ്പോൾ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ കാരണം പരിശോധിച്ച് തിരുത്തപ്പെടേണ്ടതുമാണ്. ഓക്കെ, താങ്ക് യു.